കണക്ക് തീർക്കുന്ന നാളിൽ പാപിയായിരിക്കുന്ന നമ്മളെ പാപമില്ലാത്ത പരിശുദ്ധനായിരിക്കുന്ന ക്രിസ്തു ന്യായം വിധിക്കുന്ന നാളിൽ നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിച്ച് അവൻ നമ്മളെ കാലാവസ്ഥാനത്തേക്കുള്ള ലോകാവസ്ഥാനത്തിന് ശേഷമുള്ള നിത്യമായിരിക്കുന്ന തീപ്പൊയ്യിലേക്ക് നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. ആ ഒരു ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി നിങ്ങൾക്കുണ്ടാകാതിരിക്കേണ്ടതിന് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം പ്രസംഗിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പലവിധമായിരിക്കുന്ന സംശയങ്ങൾ, ഞങ്ങൾക്ക് പാപമോചനം ലഭിച്ചോ ഇല്ലയോ എന്ന് ഉപദേശിക്ക് എങ്ങനെ അറിയാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു അധ്യാപകൻ എന്താണ് സ്കൂളിൽ ഒരു പരീക്ഷ ഇട്ടു. ആ പരീക്ഷ എഴുതിയതിന്റെ ആൻസർ തെറ്റാണോ ശരിയാണോ എന്ന് ആർക്കറിയാം? അധ്യാപകൻ അറിയാം. കാരണം അദ്ദേഹത്തിന്റെ ഉത്തരം അറിയാം. അവൾ പ്രിയപ്പെട്ട വചനം അറിയുന്ന ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച പാപമോചനം നേടിയ എനിക്ക് പാപികളായിരിക്കുന്ന ഒരുവനെ പറ്റിയും പാപമോചനം നേടിയവനെ പറ്റിയും നല്ല വ്യക്തതയുണ്ട്. അവരുടെ സ്വഭാവം കൊണ്ടും അവരുടെ വിശ്വാസം കൊണ്ടും ദൈവത്തിന്റെ വചനം കൊണ്ടും നമുക്കത് കണ്ടെത്തുവാൻ കഴിയുന്നതാണല്ലോ. ആകയാൽ നോക്കുവിന് പാപമോചനം ലഭിച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നമ്മൾ പൂർവ്വപിതാക്കന്മാരുടെ കാലം മുതൽ ക്രിസ്തീയ മതവിശ്വാസികളാണെങ്കിലും നിങ്ങൾ അന്നു മുതൽ ഇന്നേ വരെ നിങ്ങൾ ഏറ്റുപറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. ദൈവമേ നീ ഏക പരിശുദ്ധനാകുന്നു, ബലവാനെ നീ ഏക പരിശുദ്ധനാകുന്നു. അതിനകത്ത് നിങ്ങൾ കള്ളം പറഞ്ഞിട്ടില്ല, സത്യം തന്നെ. എന്നാൽ അതിനേക്കാളും വേറൊരു സത്യം കൂടെ നീ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോ ബലഹീനരും പാപികളും അത്രേ. അപ്പോൾ നോക്കുവിൻ, ദൈവം ബലവാനും വിശുദ്ധനുമായിരിക്കെ നമ്മൾ ബലഹീനരും പാപിയുമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവവും നീയും തമ്മിൽ ശത്രുത്വമാണ്. ഇന്ന് നീ മരിക്കുകയാണെങ്കിൽ ആ ദൈവത്തിന്റെ കൂടെ ബലവാനോട് കൂടെ ജീവിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ബലഹീനനായിരിക്കും നമ്മളെ ബലപ്പെടുത്തേണ്ടതിനും പാപിയായിരിക്കും നമ്മളെ വിശുദ്ധന്മാരാക്കി തീർക്കേണ്ടതിനും ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് അയക്കുകയും അവൻ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ കോടതി നിയമത്തിന്റെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ സ്വയം ചുമന്നുകൊണ്ട് ആ നിയമപുസ്തകത്തിന് മുമ്പിൽ മരിച്ചു. അവൻ അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തത് വഴി അവനിൽ വിശ്വസിക്കുന്നവർക്കൊക്കെയും പാപമോചനം സൗജന്യമായിരിക്കും. ഇന്നും നിങ്ങൾക്കൊരു പാപമോചനം ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങളുടെ സാക്ഷ്യം മുഖാന്തരം നിങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് പാപമെന്നും എന്താണ് പാപമോചനമെന്നും ഞാൻ അല്പസമയം ഇവിടെ പറയുമ്പോൾ മരണമുള്ള എല്ലാവരും കേട്ടുകൊള്ളുവിന്. മക്കളെ സ്നേഹിക്കുന്ന ഒരു അപ്പന്മാരും സുവിശേഷത്തിന് എതിരെ നിൽക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതേ ഒന്നുകൂടെ പറയാം, മക്കളെ സ്നേഹിക്കുന്ന ഒരു അപ്പന്മാരും സുവിശേഷത്തിന് എതിരെ നിൽക്കൽ. കാരണം എന്താണ്? സുവിശേഷത്തിനെ എതിർത്ത് തരുന്ന ഒരുവന്റെയും കുഞ്ഞുങ്ങൾ നന്നായിട്ടില്ല. അവരൊക്കെ സമ്പത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം, പാപത്തിന്റെ നീർച്ചുളയിൽ അകപ്പെട്ട് അവരൊക്കെ ഡൈവോഴ്സ് ചെയ്യപ്പെട്ടവരായിട്ട് അവരൊക്കെ എന്താണ് കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ അവസാനം നരകവിധിയിലേക്ക് പോയ ചരിത്രം മാത്രമേ ഉള്ളൂ.